നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകൾക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ് പദവികളും ആ പദവികളിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തികളും. ഇന്ന് വിശദീകരിക്കുന്നത് കേരളത്തിലെ സുപ്രധാന പദവികളും ആ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുമാണ്. വീഡിയോ മുഴുവനായും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സുപ്രധാന പദവികളും പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെയും നോക്കാം. ഒന്നാമതായി കേരള ഗവർണർ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഇദ്ദേഹം 22ാമത് ഗവർണറാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്തത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇദ്ദേഹം 23ാമത് കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകുന്ന 12ാമത് വ്യക്തിയാണ് പിണറായി വിജയൻ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടമാണ്. അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ആണ്. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്. ഇദ്ദേഹം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്. ജൂലൈ വരെ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇദ്ദേഹം കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്. അടുത്തത് 15ാം കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. AN ഷംസീർ ആണ് നിയമസഭാ സ്പീക്കർ. ഇദ്ദേഹം 24ാമത് നിയമസഭാ സ്പീക്കറാണ്. ഇപ്പൊ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം തലശ്ശേരിയാണ്. അടുത്തത് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ്. ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അടുത്തത് പ്രോടൈം സ്പീക്കർ. പ്രോടൈം സ്പീക്കർ ആരാണ്? PTA റഹീം. അപ്പൊ നിയമസഭ പ്രോടൈം സ്പീക്കർ PTA റഹീം ആണ്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം കുന്നമംഗലമാണ്. അപ്പൊ പ്രോടൈം സ്പീക്കർ PTA റഹീം. അടുത്തത് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം നോർത്ത് പറവൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടുത്തത് നിയമസഭ ചീഫ് വിപ്പ്. ചീഫ് വിപ്പ് ആരാണ്? N ജയരാജ്. N ജയരാജ് ആണ് ചീഫ് വിപ്പ്. ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കാഞ്ഞിരപ്പള്ളിയാണ്. ചീഫ് വിപ്പ് N ജയരാജ്. അടുത്തത് കേരള ചീഫ് സെക്രട്ടറി ആരാണ്? കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. ഡോക്ടർ വി വേണു ആണ് കേരള ചീഫ് സെക്രട്ടറി. 48ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. അടുത്തത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ആണ്. KM എബ്രഹാം ആണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം. അടുത്തത് സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്തത് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. A ഷാജഹാൻ ആണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. അടുത്തത് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. സഞ്ജയ് കൗൾ ആണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. അപ്പോൾ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ, കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. അടുത്തത് കേരള ലോകായുക്ത. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. കേരള ലോകായുക്ത N അനിൽകുമാർ. കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു കേരള ലോകായുക്ത. അദ്ദേഹത്തിന്റെ കാലാവധി മാർച്ചിൽ അവസാനിച്ചു. ഇപ്പോഴത്തെ കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് N അനിൽകുമാർ. അടുത്തത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ കേരള
മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. അപ്പൊ അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അലക്സാണ്ടർ തോമസ്. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. 7ാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രനാണ്. വി കെ രാമചന്ദ്രനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്തത് 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദാണ്. എസ് എം വിജയാനന്ദാണ് 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ്. അടുത്തത് 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ്. 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. അടുത്തത് കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് ആണ് കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു. MR ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു. അടുത്തത് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുൾ റഹീം ആണ്. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. അടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. അടുത്തത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ്. BS മാവോജിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. അടുത്തത് സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ G ശശിധരനാണ്. G ശശിധരനാണ് സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ G ശശിധരൻ. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? AA റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. AA റഷീദ്. AA റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദ്. അടുത്തത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടിയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടി. അപ്പൊ KC റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ KC റോസക്കുട്ടി. അടുത്തത് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. അടുത്തത് കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജറാണ്. M ഷാജറാണ് കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ. അടുത്തത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലിയാണ്. U ഷറഫലിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്.
യു ഷറഫലി. അടുത്തത് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? എ ജി ഒലീന. എ ജി ഒലീനയാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ. എ ജി ഒലീന. അടുത്തത് സംസ്ഥാന മലയാളം മിഷൻ ഡയറക്ടർ. സംസ്ഥാന മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. സംസ്ഥാന മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. അടുത്തത് സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസ് ആണ്. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസ്. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ യു വി ജോസ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. അപ്പൊ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്ത് ബാലകൃഷ്ണൻ. രഞ്ജിത്ത് ആണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ. പ്രേംകുമാർ ആണ് കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ. പ്രേംകുമാർ. അടുത്തത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ്. ഷാജി എൻ കരുൺ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. അടുത്തത് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ്? സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ ആണ്. മധുപാൽ. മധുപാൽ ആണ് സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ. അടുത്തത് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആരാണ്? കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. സയ്യിദ് അക്തർ മിർസയാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. അടുത്തത് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി ആർ ജിജോയ് ആണ്. പി ആർ ജിജോയ് ആണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. അടുത്തത് കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്തത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ആരാണ്? കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി. കരിവെള്ളൂർ മുരളിയാണ് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി. കരിവെള്ളൂർ മുരളി. അടുത്തത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. മുരളി ചീരോത്ത് ആണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. മുരളി ചീരോത്ത്. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ്. ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ. ഒ എസ് ഉണ്ണികൃഷ്ണൻ. അടുത്തത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ പി കെ ശശി. പി കെ ശശിയാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ. പി കെ ശശി. അടുത്തത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ മല്ലിക സാരാഭായി. മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. മല്ലിക സാരാഭായി. അടുത്തത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ. പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. അടുത്തത് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? എം വി ജയഡാളി. എം വി ജയഡാളിയാണ് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ. എം വി ജയഡാളി. അടുത്തത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ ശ്രീകുമാർ കെ നായർ. ശ്രീകുമാർ കെ നായർ ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ സിഇഒ. ശ്രീകുമാർ കെ നായർ. അടുത്തത്
വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. അടുത്തത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ആണ്. എസ് സുഹാസ് ആണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ്. അടുത്തത് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. അടുത്തത് കൊച്ചി മെട്രോ ചെയർമാൻ. കൊച്ചി മെട്രോ ചെയർമാൻ ആരാണ്? അനുരാഗ് ജെയിൻ. അനുരാഗ് ജെയിൻ ആണ് കൊച്ചി മെട്രോ ചെയർമാൻ. ഇപ്പൊ കൊച്ചി മെട്രോ ചെയർമാൻ അനുരാഗ് ജെയിൻ. അടുത്തത് കെറെയിൽ എം ഡി. കെറെയിൽ എം ഡി ആരാണ്? അജിത് കുമാർ. അജിത് കുമാർ ആണ് കെറെയിൽ എം ഡി. ഇപ്പൊ കെറെയിൽ എം ഡി അജിത് കുമാർ. അടുത്തത് KSRTCയുടെ നിലവിലെ എം ഡി ആരാണ്? PS പ്രമോദ് ശങ്കർ ആണ് KSRTCയുടെ എം ഡി ആരാണ്? PS പ്രമോദ് ശങ്കർ. PS പ്രമോദ് ശങ്കർ ആണ് KSRTCയുടെ നിലവിലെ എം ഡി. PS പ്രമോദ് ശങ്കർ. അടുത്തത് കേരള വഖഫ് ബോർഡിന്റെ 15ാമത് കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? കേരള വഖഫ് ബോർഡിന്റെ 15ാമത് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് MK സക്കീർ ആണ്. MK സക്കീർ ആണ് കേരള വഖഫ് ബോർഡിന്റെ 15ാമത് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് MK സക്കീർ. അടുത്തത് സംസ്ഥാന എക്സൈസ് മേധാവി. സംസ്ഥാന എക്സൈസ് മേധാവി ആരാണ്? S മഹിപാൽ യാദവ് ആണ് സംസ്ഥാന എക്സൈസ് മേധാവി. സംസ്ഥാന എക്സൈസ് മേധാവിയാണ് S മഹിപാൽ യാദവ്. അടുത്തത് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി ആരാണ്? K പത്മകുമാർ. K പത്മകുമാർ ആണ് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി. K പത്മകുമാർ. അടുത്തത് കേരള ബാങ്ക് സിഇഒ. കേരള ബാങ്കിന്റെ സിഇഒ ആരാണ്? ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ സിഇഒ. കേരള ബാങ്ക് സിഇഒ ജോർട്ടി എം ചാക്കോ. അടുത്തത് കേരള ബാങ്ക് പ്രസിഡന്റ്. കേരള ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ ആണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ്. ഗോപി കോട്ടമുറിക്കൽ. അടുത്തത് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. MK കണ്ണൻ ആണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. MK കണ്ണൻ. അടുത്തത് കേരള ബാങ്ക് ചെയർമാൻ. കേരള ബാങ്കിന്റെ ചെയർമാൻ ആരാണ്? V രവീന്ദ്രൻ. V രവീന്ദ്രൻ ആണ് കേരള ബാങ്ക് ചെയർമാൻ. V രവീന്ദ്രൻ. അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ ആരാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയാണ്. അനൂപ് അംബികയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ. അനൂപ് അംബിക. അടുത്തത് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ്. കീർത്തി സുരേഷ് ആണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ്. അടുത്തത് കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് ആണ് കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. മിഷൻ LDC എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.